പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ സംസാരം, ഏതൊരാളും നമ്മുടെ സംസാരം ഇഷ്ടപ്പെടാനും നമ്മുടെ സംസാരത്തിലൂടെ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയണമെങ്കിൽ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും 5 കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. ഒരാളോട് സംസാരിക്കുമ്പോൾ, ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചെയ്യേണ്ട 5 കാര്യങ്ങൾ, ഒരു നിലക്കും ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ, 5 ഡൂസുകൾ, 5 ഡോൺസുകൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, ബി എ ഗുഡ് ലിസണർ. നമ്മൾ ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും, പ്രത്യേകിച്ച് സ്ത്രീകളോട്, കാരണം സ്ത്രീകൾ കൂടുതൽ സംസാരിക്കുന്നവരും അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ അവർ മറ്റൊരാളോട് പറഞ്ഞ് തീർക്കുന്ന കൂട്ടത്തിലാണ് സ്ത്രീകൾ, ഉമ്മമാർ, നമ്മുടെ പെൺകുട്ടികൾ, വിദ്യാർത്ഥിനികൾ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഏതൊരാൾ സംസാരിക്കുകയാണെങ്കിലും ആദ്യം ആക്റ്റീവ് ലിസണിങ്, ലിസൺ മോർ ടോക്ക് ലെസ്, വളരെ കുറച്ച് നമ്മൾ സംസാരിക്കുക, കൂടുതൽ അവരെ കേൾക്കുക. പ്രധാനപ്പെട്ട ഒന്നാണ് ആക്റ്റീവ് ലിസണിങ്. അതായത് ഈ സംസാരിക്കുന്ന ആളുകൾക്ക് എന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടെ, ക്ഷമയോടെ കേൾക്കുന്നുണ്ട്, താല്പര്യത്തോടെ കേൾക്കുന്നുണ്ട്, എൻ്റെ സംസാരങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ആക്റ്റീവ് ലിസണിങ് നമ്മൾ കൂടുതലും അദ്ദേഹത്തെ കേൾക്കുക. ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത സംസാരങ്ങൾ ഉണ്ടാകാം, മണ്ടത്തരങ്ങൾ പറയുന്നുണ്ടാകും, നമ്മൾ ആക്ഷേപിക്കുന്നുണ്ടാകും, നമ്മുടെ സംഘടന, നമ്മുടെ രാഷ്ട്രീയത്തെ, ഇങ്ങനെ പലതിനെയും ആക്ഷേപിച്ച് സംസാരിക്കുക. പക്ഷെ വളരെ ക്ഷമയോടുകൂടി സൗമ്യനായി നമ്മൾ ആദ്യം അദ്ദേഹത്തെ കൃത്യമായി കേൾക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹം നമ്മളെ നോട്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, പറയുമ്പോൾ ആദ്യം ക്ഷമയോടെ കേൾക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് യൂസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ്. നമ്മൾ വളരെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുക സംസാരിക്കുമ്പോൾ. ഇത് നല്ല മഴയാണല്ലോ, ഭയങ്കര ചൂടാണല്ലോ, എവിടെ പോവാണ്, എന്തിനാ വന്നത്, ഇങ്ങനെ ഏതൊരാളോടും ഏത് സമയത്തും എങ്ങനെയും ചോദിക്കാൻ പറ്റുന്ന ലളിതമായ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ആദ്യം നമ്മൾ ചോദിച്ചു തുടങ്ങുക. അതുപോലെ അദ്ദേഹത്തിന് തിരിയുന്ന ഭാഷയിൽ, വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ ചോദിക്കുക. മലയാളിയോടാണ് സംസാരിക്കുന്നതെങ്കിൽ പരമാവധി വളരെ ലളിതമായ മലയാളത്തിൽ സംസാരിക്കുക. അടിച്ചാൽ പൊട്ടാത്ത മലയാളങ്ങൾ, ഇംഗ്ലീഷ് വാക്കുകൾ മിക്സ് ചെയ്ത്. സ്ത്രീകളെയാണ് ഞാൻ ഇതിൽ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഒരുപാട് വാക്കുകൾ അവരുടെ മനസ്സിൽ അവർക്ക് ബൈഹാട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ വ്യക്തികളോട് സംസാരിക്കുകയും ഞാൻ ഇംഗ്ലീഷ് അറിയുന്ന ആളാണെന്ന് അവിടെ ധരിപ്പിക്കുകയും ചെയ്യുന്നത് പൊട്ടത്തരമാണ്. അവിടെ ഏറ്റവും വലിയ ഒരു അബദ്ധം ചെയ്യുന്നത്, എനിക്ക് ഇംഗ്ലീഷ് അറിയാം പക്ഷെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത്. അതുകൊണ്ട് ഏതൊരാൾ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായി അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ, മലയാളമാണെങ്കിൽ ലളിതമായ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ മലയാളം സംസാരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഏതൊരാൾക്കും ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ യൂസ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്. നമ്മൾ പോസിറ്റീവായ ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുക. അതുപോലെ ഗുഡ് ബോഡി ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുക. മുഖത്ത് നോക്കി സംസാരിക്കുക, പുഞ്ചിരിക്കുക, അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന രൂപത്തിൽ ഇങ്ങനെ തട്ടി സംസാരിക്കുക. ഇങ്ങനെയാണ് ഈ രൂപത്തിൽ ആക്ഷൻ കാണിച്ച് സംസാരിക്കുക. ഇങ്ങനെ നമ്മൾ സംസാരിക്കുക. അതുപോലെ കൈ ചൂണ്ടിക്കാണിക്കുക. പിന്നെ താല്പര്യമില്ലാത്ത രൂപത്തിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കുക. പോസിറ്റീവ് ആൻഡ് ഗുഡ് ബോഡി ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുക. സംസാരിക്കുമ്പോൾ ഏതൊരാൾക്കും അത് ഇഷ്ടപ്പെടും. നമ്മൾ ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സ്പീക്ക് ക്ലിയർലി ആൻഡ് സ്ലോലി. നമ്മൾ ഓവർ എക്സ്പ്ലനേഷൻ കൊടുക്കാതെ, ഓവർ ടോക്കിംഗ്, കൂടുതൽ സംസാരിക്കുന്നതിന് പകരം വളരെ സാവധാനത്തോടുകൂടെ സംസാരിക്കുകയും ക്ലിയറായി കുറച്ച് പറയുക. അത് വളരെ വ്യക്തമായ രൂപത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ ഏതൊരാൾക്കും ഏത് കാലത്തും നമ്മൾ സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയും. അതുപോലെ നമ്മൾ ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 5ാമത്തെ കാര്യമാണ്, ഡൂസുകളിൽപ്പെട്ടതാണ് ആൻഡ് പൊളൈറ്റ്ലി. സംസാരിച്ച് വളരെ നല്ല രൂപത്തിൽ നമ്മൾ സംസാരിച്ചു, പിരിയുമ്പോൾ ഒന്നും പറയാതെ വളരെ മൗനത്തോടുകൂടി പിരിഞ്ഞു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ വരുമ്പോൾ പിന്നെ അവിടെ നമ്മൾ സംസാരിച്ചതൊക്കെ അതുകൊണ്ട് അവസാനിക്കും. അതിന് പകരം ഏതൊരാളോട് സംസാരിച്ചാൽ അതിൻ്റെ എൻഡിങ് അത് വളരെ പൊളൈറ്റ്ലി ആയി, വളരെ സന്തോഷമുണ്ട് കണ്ടതിൽ, ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചതാണ് കണ്ടുമുട്ടണം, സംസാരിക്കണം എന്നുള്ളത്, വലിയ സന്തോഷമുണ്ട്, വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം എന്ന നല്ല സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് മാത്രമേ നമ്മൾ അടുക്കുന്നത് സംസാരിച്ച് പിരിയാൻ പാടുള്ളൂ. അതുപോലെ ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തതാണ് അവോയ്ഡ് സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്, ക്രിറ്റിസൈസം. ആക്ഷേപിക്കുക അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെയോ
അല്ലെങ്കിൽ മറ്റുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതത്തെയോ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. എന്നെ മറ്റുള്ള വ്യക്തിയെ ആക്ഷേപിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയുടെ മാറ്റം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം അവിടെ ആ വ്യക്തിയുടെ അടുക്കൽ ചെന്നാൽ എന്നെയും അദ്ദേഹം ആക്ഷേപിക്കും, കുറ്റം പറയുകയും ചെയ്യും. കുറ്റം പറയുന്ന വ്യക്തികൾ എല്ലാ വ്യക്തികളെയും കുറ്റം പറയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ കുറ്റം പറയുക, ആക്ഷേപിക്കുക, അതുപോലെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക സംസാരിക്കുമ്പോൾ. അതുപോലെ രണ്ടാമത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇന്ററപ്റ്റിംഗ് ഓതേഴ്സ്. നമ്മൾക്ക് ധാരണയില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കുക. അതുപോലെ മറ്റൊന്ന് ഏതൊരാൾക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഞാൻ നമ്മളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുക, അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുക, നമ്മളെ കാര്യങ്ങൾ മാത്രം ഒരുപാട് ഓവറായി പറയുക. അതുപോലെ നമുക്ക് ധാരണയില്ലാത്ത കൂടുതലും ഞാൻ കണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ പല ആളുകളും ഈ ഭക്ഷണം നല്ല ഷുഗറിന് നല്ലതാണ്, ഇത് ഷുഗറിന് കേടാണ്, ഇങ്ങനെ ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ കൃത്യമായി അതിനെ കുറിച്ച് അറിയുന്ന ആളായിരിക്കാം, ചിലപ്പോൾ രാഷ്ട്രീയമായ വിഷയങ്ങളായിരിക്കും, ചിലപ്പോൾ മതപരമായ വിഷയങ്ങളായിരിക്കാം. അതുപോലെ മറ്റേത് വിഷയങ്ങൾ ഇദ്ദേഹത്തിന് ഒരു ഐഡിയയും ഒരു ധാരണയും ഒരു വിവരവുമില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് നമ്മൾ മറ്റൊരാൾ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കുക, അറിയാത്ത കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല. അതുപോലെ മൂന്നാമത്തെ ഒരു കാര്യമാണ് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ബീങ് ഫേക്ക്. നമ്മൾ ആ സംസാരിക്കുന്ന വ്യക്തി അമിതമായി പുകഴ്ത്തുക, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥാപനത്തെയോ ബിസിനസ്സിനെയോ കച്ചവടത്തെയോ മക്കളെയോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അമിതമായി പുകഴ്ത്തുകയും നമ്മൾ സുഖിപ്പിക്കുക എന്നൊക്കെ പറയുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. അത് ഏത് വ്യക്തിക്കും മനസ്സിലാകും. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നമ്മൾക്ക് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കാം. അതേമാതിരി നിസ്സാരപ്പെടുത്താനും പാടില്ല, ഓവറായി നമ്മൾ പുകഴ്ത്താനും പാടില്ല. അതാണ് ബീങ് ഫേക്ക്. ഒരു അഭിനയിക്കുന്ന രൂപത്തിൽ തോന്നാൻ പാടില്ല സംസാരത്തിൽ. അതുപോലെ മറ്റൊന്നാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു വ്യക്തിയോടും സംസാരിക്കുമ്പോൾ ആ വ്യക്തികൾക്ക് വെറുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ബാഡ് ബോഡി ലാംഗ്വേജ് അത് ഒഴിവാക്കുക. നമ്മൾ കൈ കെട്ടി നിൽക്കുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സംസാരിക്കുക, കൈ ചൂണ്ടി സംസാരിക്കുക, മുഖത്ത് നോക്കി സംസാരിക്കാതിരിക്കുക. അതുപോലെ അദ്ദേഹം സന്തോഷമുള്ള കാര്യം പറയുമ്പോൾ ചിരിക്കുക. അതുപോലെ വിഷമമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വിഷമത്തോടുകൂടി നമ്മളെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കാണിക്കുക. അതുപോലെ നമ്മൾ ബാഡായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫോൺ നോക്കുക, അതുപോലെ കൂട്ടുവായിടുക, അതുപോലെ തിരിഞ്ഞു നോക്കുക, വാച്ചിലേക്ക് നോക്കുക, സമയം നോക്കുക, അതുപോലെ നമ്മൾ റഷ് കാണിക്കുക, തിരക്ക്, അങ്ങനെയൊന്നും കാണിക്കാതെ നമ്മൾ ഈ ബാഡ് ബോഡി ലാംഗ്വേജുകളൊക്കെ അത് ഒഴിവാക്കുക. അഞ്ചാമത്തെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു അബദ്ധമാണ് ടു പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. വ്യക്തിപരമായ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ആ വ്യക്തിയുടെ ചിലപ്പോൾ ചില വ്യക്തികൾ ക്ഷീണിച്ചിട്ടുണ്ടാവും, കണ്ടവിടെ തന്നെ എന്ത് പറ്റി വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ, ആദ്യത്തെ ഭംഗിയൊന്നുമില്ലല്ലോ, ആ തടിയൊന്നുമില്ലല്ലോ, ഇങ്ങനെ ഒരു മനുഷ്യന്റെ ആത്മധൈര്യം തന്നെ നഷ്ടപ്പെടുന്നു, സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചില ആൾ ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മക്കളുടെ പ്രശ്നങ്ങളോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് പറയാം, എനിക്ക് അറിയാം എൻ്റെ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അതൊന്നും ആ സമയത്ത് നമ്മൾ ചോദിക്കരുത്. അറിയാത്ത രൂപത്തിൽ നമ്മൾ സംസാരിക്കുക. വ്യക്തിപരമായ കാര്യങ്ങൾ, ചിലപ്പോൾ ചില ആളുകൾക്ക് അദ്ദേഹത്തിന്റെ സാലറി ചോദിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, അതുപോലെ വയസ്സിനെ കുറിച്ച് ചോദിക്കുന്നത് അങ്ങനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, അത് ഒഴിവാക്കുക. ഈ രൂപത്തിൽ ശ്രദ്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരത്തിലൂടെ ഏതൊരു വ്യക്തിക്കും നമ്മൾ ഇഷ്ടപ്പെടുകയും നമ്മളെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ കഴിയും.